ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന 6th ചാപ്റ്ററിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മുതലുള്ള പോർഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഷുറൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജനറൽ ഏരിയയൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, ഇനി നമുക്ക് പറയുന്നത് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് മെയിനായിട്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ജനറൽ കോൺട്രാക്റ്റിൻ്റെ ബേസിലുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കുറച്ച് പ്രിൻസിപ്പിൾസും. ഓക്കെ, അതായത് നമ്മളൊരു ജനറലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഒരു കോൺട്രാക്റ്റിൻ്റെ കുറച്ച് റൂൾസും അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഉണ്ട്. അത് തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിലെ ജനറൽ ആയിട്ടുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ ജനറൽ കോൺട്രാക്റ്റിലുള്ള കുറച്ച് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ പ്രിൻസിപ്പിൾസ് അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഇൻഷുറൻസിൻ്റെതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ റൂൾസുകളും അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. ജനറൽ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതായത് ലോയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു ഓഫറും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം ഇതെന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ഓഫർ കൊടുക്കുകയും അത് ഒരു ഇൻഷുറർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം, ഇൻഷുർഡ് പേഴ്സൺ ആരാണോ ആ ഇൻഷുർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അതിലൊരു വ്യക്തി ഓഫർ കൊടുക്കുന്നു, മറ്റൊരു വ്യക്തി അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ലീഗൽ റിലേഷൻഷിപ്പാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ് അവർ തമ്മിൽ അതായത് ഒരു ലീഗൽ കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ദെൻ തേർഡ് വൺ ആണ് കൺസെൻസസ് ആഡ് ഐഡം എന്ന് പറയുന്നത്. അതായത് എഗ്രീഡ് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ അറ്റ് ദ സെയിം ടൈം ആൻഡ് സെയിം സെൻസ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് മാറ്ററിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന ഒരു ഫയർ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളെ വീടിന്, അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, നമ്മുടെ ഹൗസിന് ഫയർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എന്താണ്, നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം നികത്തി തരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ ആ വീട് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് അവിടുത്തെ ഒരു എന്താ പറയുക സബ്ജക്റ്റ് മാറ്ററാണ്. ആ സബ്ജക്റ്റ് മാറ്റർ തന്നെ ആയിരിക്കണം രണ്ട് വ്യക്തികളും സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ വീടും ഒരാൾ ഔട്ട് ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഔട്ട് ഹൗസിനാണെന്ന് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അവിടെ ആ കോൺട്രാക്റ്റ് എന്തല്ല, വാലിഡ് അല്ല. അപ്പോൾ ആ രീതിയിൽ എന്താണ് സബ്ജക്റ്റ് മാറ്റർ അത് സെയിം സെൻസിൽ സെയിം ടൈമിലായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്, രണ്ട് വ്യക്തികളും എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കേണ്ടത്. ദെൻ കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്. അതായത് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ കോമ്പിറ്റൻസിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാവാൻ പാടില്ല, അതുപോലെ തന്നെ മൈനർ ആവാൻ പാടില്ല, അങ്ങനെ കുറച്ച് ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളൂ. അതായത് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ മെജോറിറ്റി ഏജ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കണം എന്തെന്ന് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അവർക്ക് എന്താ പറയുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കണം. അതുപോലെ തന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അതായത് ലോ പ്രകാരം എന്തെങ്കിലും കേസുകളിലെ കാര്യങ്ങളൊന്നും വിട്ടിട്ടുള്ള ആൾക്കാരൊന്നും ആവാൻ പാടില്ല. ഇതിനടുത്തതാണ് ഫ്രീ കൺസെൻറ്റ്, നോട്ട് ബൈ കൊയേഷൻ, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ എക്സെട്ര. അതും നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ്. അതായത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ എന്തായിരിക്കണം, അവരുടെ സ്വയം സമ്മതത്തോട് കൂടിയിട്ടായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഒരാളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പോൾ നമ്മൾ ഇന്ന ആളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ദെൻ ലോഫുൾ കൺസിഡറേഷൻ. അവിടെ കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് പ്രസൻസ് ഓഫ് കൺസിഡറേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് ഇത്രയാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ഇത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഫ്രീ ആയിട്ടൊരു കോസ്റ്റിലൊന്നും അല്ലെങ്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ടോ കുറഞ്ഞ എമൗണ്ടോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ദെൻ ലീഗൽ ഒബ്ജക്റ്റീവ്, അതായത് തമ്മിലൊരു ലീഗലായിട്ടുള്ള ലോഫുൾ ആയിട്ടുള്ള കാര്യത്തിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതിപ്പോൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇൻഷുറൻസ് അല്ല ഏത് കോൺട്രാക്റ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെ ഈ ജനറൽ റൂൾസ് അവിടെ ബാധകമാണ്. ഇനി പറയാവുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇങ്ങനെയായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടായിരിക്കുക, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിൻസിപ്പിൾസ്, സ്പെഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ആണ്.
അതായത് ഇവിടെ പറയുന്നത് സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റിന് അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കണം. ഇപ്പോൾ ഒരു ഹൗസിനാണെങ്കിൽ അവിടെ ഹൗസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്തൊരു കാര്യത്തിനായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ്, ദ ഇൻഷുർഡ് ഷുഡ് ഹാവ് എ ലീഗൽ റിലേഷൻഷിപ്പ് ടു ദ സബ്ജക്റ്റ് മാറ്റർ. അതുപോലെ തന്നെ ആ സബ്ജക്റ്റ് മാറ്ററിനോട് ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി ആരാണ്, അവർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ വീടിൻ്റെ ഓണർ ആയിരിക്കണം, അതല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്ക് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതല്ലാതെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ തമ്മിലായിരിക്കരുത്, അല്ലെങ്കിൽ ലീഗലി ഒരു റിലേഷനില്ലാത്ത വ്യക്തി ആയിരിക്കരുത് ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വയം ലൈഫിന് വേണ്ടിയിട്ടൊന്നും ആണെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. ദെൻ ദ ഇൻഷുർഡ് ഷുഡ് ബി ദ ഓണർ ഓർ മേ പൊസസ് ദ ലോഫുൾ റൈറ്റ് ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ. ഇത് പ്രോസസ്സ് അല്ല, പൊസസ്സാണ് കേട്ടോ. പൊസഷൻ അതായത് ആ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അതിൻ്റെ ഓണറോ അതല്ലെങ്കിൽ അത് കൈവശം വെച്ചിട്ടുള്ള വ്യക്തിയോ ആയിരിക്കണം. എന്താണോ സബ്ജക്റ്റ് മാറ്റർ, ആ സബ്ജക്റ്റ് മാറ്റർ കൈവശം വെക്കാൻ അവകാശമുള്ള വ്യക്തിയോ അതല്ലെങ്കിൽ അതിൻ്റെ ഓണറോ ആയിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. അത് സബ്ജക്റ്റ് മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിൻ്റെ മുകളിലാണോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വിശ്വാസ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദർ ഷുഡ് ബി എ ഗുഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ എന്തുണ്ടായിരിക്കണം, നല്ല ഒരു വിശ്വാസ്യത രണ്ടുപേരും തമ്മിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ഇൻഷുർഡ് മസ്റ്റ് ഡിസ്ക്ലോസ് എവറി മെറ്റീരിയൽ ഫാക്ട് അബൌട്ട് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ഇൻ ദ പ്രപ്പോസൽ ഫോം ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ ആ ഫോം എഗ്രിമെൻറ്റും കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുർഡ് എന്ത് ചെയ്യണം, ആ ഒരു വീടിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് വിചാരിക്കുക. ഫയർ ഒന്നുമില്ല, വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട്. അപ്പോൾ ആ വീട് എന്തായാലും കേടുവരാറായിട്ടുള്ളതാണെന്ന് ഓൾറെഡി ഇൻഷുർഡിന് അറിയാമെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ എല്ലാ ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് ഫുൾ correct and reliable information must be submitted by the insured. അപ്പോൾ ഫുള്ളായിട്ടുള്ള എല്ലാ കറക്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ രണ്ട് പ്രിൻസിപ്പിൾസാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. തേർഡ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ ശരിക്കും ജനറൽ ഇൻഷുറൻസിന് മാത്രമുള്ളതാണ്. അത് ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ലാത്തൊരു പ്രിൻസിപ്പിളാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്, ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. ദ ഇൻഷുറർ പേയ്സ് കോമ്പൻസേഷൻ ഓൺലി അഗെയിൻസ്റ്റ് ദ ആക്ച്വൽ ലോസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ഒരു 4 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. പക്ഷേ നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത് ഒരു 2 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻഷുറൻസ് കമ്പനി ആ 2 ലക്ഷം രൂപ മാത്രമേ തരുള്ളൂ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എത്രയാണോ ആക്ച്വലി ലോസ് സംഭവിച്ചിട്ടുള്ളത് ആ ലോസിൻ്റെ മുകളിലാണ് തരുന്നത്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. അത് മോണിറ്ററി വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല എന്ന് നമ്മൾ പറയുന്നത്. ഒരു വ്യക്തിയുടെ ലൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യാൻ സാധിക്കില്ല. സോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾ മരിച്ചത് ഇത്ര എമൗണ്ട് അങ്ങനെ എന്നുള്ള രീതിയിലല്ല, ഫുൾ എമൗണ്ട് എത്രയാണോ അത് ഫുള്ളും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണത് ലൈഫ് ഇൻഷുറൻസിൽ ബാധകമല്ല എന്ന് പറയുന്നത്. വേറെ ഏത് പ്രോപ്പർട്ടിയുടെ കേസാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണി വാല്യൂവിൽ മെഷർ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ എപ്പോഴും കൊടുക്കുന്നത് ആക്ച്വൽ ലോസിൻ്റെ മുകളിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ കോമ്പൻസേഷൻ ഓൺലി അഗെയിൻസ്റ്റ് ദ ആക്ച്വൽ ലോസ്. Assured is not allowed to make a profit out of the contract of insurance. Okay, then the compensation cannot be more than the actual loss. ഒരിക്കലും കോമ്പൻസേഷൻ എന്തായിരിക്കില്ല, അതിൻ്റെ ആക്ച്വൽ ലോസിനേക്കാൾ കൂടുതലായിരിക്കില്ല. In the principle of indemnity, life insurance contract is not applicable because if the person expires due to injury, then the life of that person is not measurable in terms of money. The person life is precious, it has many insurable interest to his life. Okay, അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി ഇൻഡെമിനിറ്റിയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് എമൗണ്ടുകൾ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി നടത്തുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു മോണിറ്ററി വാല്യൂ ആണ് മെഷർ ചെയ്യാന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കേടുകളാണെങ്കിൽ അതിന് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് പറ്റും. അതല്ല റീപ്ലേസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, സാധനം വേറെ വാങ്ങി കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റീഇൻസ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. റീഇൻസ്റ്റേറ്റ്മെൻറ്റ്
ഡിപ്രീസിയേഷൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഒരു ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാണ്, അത് പുതിയൊരു സാധനം വാങ്ങി കൊടുക്കുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനാണ് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബിൽഡിങ് ചിലപ്പോൾ 10 കൊല്ലമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ 10 കൊല്ലത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കാതെ എന്ത് ചെയ്യാണ്, അതേപോലത്തെ ഒരു ബിൽഡിങ് പണിത് കൊടുക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ അനദർ മെത്തേഡ് ഓഫ് ഇൻഡെമിനിറ്റി. ഓക്കെ, ദെൻ അടുത്ത ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. നാലാമത്തെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് പറഞ്ഞു, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് പറഞ്ഞു, ദെൻ ഇൻഡെമിനിറ്റി പറഞ്ഞു. ഫോർത്ത് വൺ ആണ് സബ്രഗേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ഈസ് ദ ഔട്ട്കം ഫ്രം ദിസ് പ്രിൻസിപ്പിൾ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതും എന്തല്ല, ലൈഫ് ഇൻഷുറൻസിൽ അപ്ലിക്കബിൾ അല്ലാത്തൊരു പ്രിൻസിപ്പിളാണ്. ദിസ് പ്രിൻസിപ്പിൾ അപ്ലൈസ് ഇൻ ഫയർ ആൻഡ് മറൈൻ ഇൻഷുറൻസ്. മോസ്റ്റ്ലി ഫയർ ഇൻഷുറൻസിലും അതുപോലെ തന്നെ മറൈൻ ഇൻഷുറൻസിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സബ്രഗേഷൻ പ്രിൻസിപ്പിൾ കാണാറുള്ളത്. അപ്പോൾ മറൈൻ ഇൻഷുറൻസ് എന്താണെന്ന് നമുക്ക് പറയാനുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഷിപ്പുമായി റിലേറ്റഡ് അല്ലെങ്കിൽ സീ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. എനിവേ, ദിസ് പ്രിൻസിപ്പിൾ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ടു കോമ്പൻസേറ്റ് ടു ദ ലോസ് എഗെയിൻസ്റ്റ് ദ ഡാമേജസ് ഓഫ് ദ ഇൻഷുർ. ഒരു ഇൻഷുററിന് അല്ലെങ്കിൽ ഇൻഷുർഡിന് എന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് ആര് പേ ചെയ്യും? ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. അതായത് ഇപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വെഹിക്കിളിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് എൻ്റെ കമ്പനി തരും. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടല്ല ആ വെഹിക്കിൾ ഇടിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ഏതാണ് ആ പാർട്ടിക്കെതിരെ നമുക്ക് കേസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കാൻ സാധിക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, ഇതിൽ ഇൻഷുർഡിനെ ഇൻവോൾവ് ആക്കാതെ ഇൻഷുറൻസ് കമ്പനിയും ആ എന്താ പറയുക ഓപ്പോസിറ്റ് പാർട്ടി ഏതാണോ അവരും തമ്മിൽ പിന്നെ എന്തായിരിക്കും, കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് നമുക്ക് എന്തില്ല, ആ കേസും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല, പകരം എമൗണ്ട് നമുക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഓക്കെ, ആ രീതിയിലുള്ളതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ എന്ന് പറയാം. അതായത് പിന്നെ ആ എൻ്റയർ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. അപ്പോൾ ഒരു കാറ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഓണർക്ക് എന്ത് ചെയ്തു, ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കമ്പനി നേരിട്ട് ഇൻഷുറൻസ് കൊടുക്കും. പിന്നെ അത് ഇടിച്ചിട്ടുള്ള മറ്റേ വ്യക്തി ഏതാണോ ആ വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലായിരിക്കും എന്തുണ്ടായിരിക്കുക, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഈ ഇൻഷുർഡിന് ഒരു തരത്തിലുള്ള റിസ്ക്കുകളും ഉണ്ടായിരിക്കില്ല. ആൻഡ് ആ ഒരു കാറിൻ്റെ ഓണർഷിപ്പ് പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പേരിലാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ കേസും കാര്യങ്ങളൊക്കെ നടത്തുക. ഓക്കെ, അതാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്കെതിരെ സ്യൂ ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നതിനാണ് ശരിക്കും നമ്മൾ സിമ്പിളായിട്ട് സബ്രഗേഷൻ എന്നുള്ള ടേം കൊണ്ടും മീൻ ചെയ്യുന്നുള്ളൂ. ഇറ്റ് അറൈസസ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ദ ക്ലെയിം. അത് ഇൻഷുർഡിന് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ക്ലെയിം എത്രയാണോ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇൻഷുറൻസ് കമ്പനിയും ആ ഓപ്പോസിറ്റ് പാർട്ടിയും തമ്മിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, ദെൻ അടുത്തൊന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. ഇറ്റ് മീൻസ് ദ ഡയറക്റ്റ് and the most dominant and most effective or efficient cause which results into the definite loss. അതായത് നമ്മളൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ഇഷ്യൂ എന്താണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റീസൺ കൊണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റീസൺസ് എന്തുണ്ടായിട്ടുണ്ട്, ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിലേറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഏതാണോ അല്ലെങ്കിൽ അതിലേറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണോ ആ ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. ആൻ ഇൻഷുർഡ് സഫേർഡ് ഇഞ്ചുറീസ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഒരു ഇൻഷുറൻസ് എടുത്തുള്ള വ്യക്തിക്ക് ആക്സിഡൻറ്റിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹി കോൺട്രാക്റ്റഡ് ആൻ ഇൻഫെക്ഷനസ് ഡിസീസ് വൈൽ അണ്ടർ ഗോയിങ് ദ ട്രീറ്റ്മെൻറ്റ്. ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിന് സമയത്ത് തന്നെ അയാൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കുക. ഹി ഡൈസ് ഡ്യൂ ടു ദിസ് ഇൻഫെക്ഷനസ് ഡിസീസ്. ആ ഇൻഫെക്ഷൻ കൊണ്ട് അയാൾ മരിച്ചുപോയി. The court held that the proximate cause of his death was infectious disease and not the injury. അപ്പോൾ ഇഞ്ചുറി കാരണമല്ല, അയാൾ ആ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണമാണ് മരിച്ചു പോയതെന്ന് കോടതി എന്ന് എന്ത് ചെയ്തു, ഉത്തരവിറക്കുകയും ചെയ്തു. ഓക്കെ, അതായത് പ്രോക്സിമേറ്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത് അയാൾ ആ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ ഒറിജിനൽ ആക്സിഡൻറ്റ് വാസ് നോട്ട് ദ റിമോട്ട് കോസ്, സോ ദ ക്ലെയിം കനോട്ട് ബി പേയബിൾ അണ്ടർ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അയാൾ മരിച്ചിട്ടുള്ളത് എന്തെങ്കിലും, ഇപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അയാൾ മരിച്ചത് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണെങ്കിൽ ആൾക്ക് എന്ത് കിട്ടില്ല, അതായത് ആക്സിഡൻറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് അയാൾ മരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു
കോസ പ്രോക്സിമ എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രോക്സിമേറ്റ് ആയിട്ടുള്ള കോസ് ആയിരിക്കണം, കാരണമായിരിക്കണം ആ വ്യക്തിയും അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയും ആ ഒരു എന്താ പറയുക ഒക്കുറൻസും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തൊന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ ആ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ലോസ് നമ്മൾ സമയത്ത് ഉണ്ടാവുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ആ ലോസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് മസ്റ്റ് ഗീവ് ഹിസ് 100% ടു സേവ് his property and not just sit and watch destruction of his property. Although his property is insured, his effort should be there to minimize the losses. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വിചാരിച്ച് നമ്മൾ വീട് കത്തിപ്പോകുമ്പോൾ അത് നോക്കിയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തെന്ന് പറയുന്നത്. അവിടെ നിന്നുണ്ടായിരിക്കണം അത് കത്തുന്ന സമയത്ത് നമ്മൾ പരമാവധി അതിന് വേണ്ടിയിട്ടുള്ള ഒരു 100% എഫേർട്ട് നമ്മൾ എടുക്കണം. അതിന് വെള്ളം തീ അണയ്ക്കാൻ നോക്കി ഫയർഫോഴ്സിനെ വിളിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അത് ലോസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ എപ്പോഴും ഒരു വ്യക്തി എടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനടുത്തൊന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. It is a corollary of the principle of indemnity. അതായത് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിളിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ കോൺട്രാക്ട്സ് ഓഫ് ഇൻഡെമിനിറ്റി. അതായത് ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റിൽ നമുക്ക് പറ്റുന്ന എല്ലാ കോൺട്രാക്റ്റുകളിലും ഇതും പറ്റും. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷനും സാധിക്കും. ഇഫ് ദ ഇൻഷുർഡ് ഹാസ് ടേക്കൺ ഔട്ട് മോർ ദാൻ വൺ പോളിസി ഓൺ ദ സെയിം സബ്ജക്ട് മാറ്റർ. അതായത് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തി എന്തിട്ടുണ്ട്, ഒരേ സാധനത്തിന് തന്നെ 2 ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരു വ്യക്തി ഇപ്പോൾ വീടിന് ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഇൻഷുറൻസ് ആണ്. ഓക്കെ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് ക്യാൻ ക്ലെയിം ദ കോമ്പൻസേഷൻ ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ആക്ച്വൽ ലോസ് എയ്തർ ഫ്രം ഓൾ ഇൻഷുറേഴ്സ് ഓർ ഫ്രം എനി വൺ ഇൻഷുറർ. അതായത് ഇപ്പോൾ ഒരു വ്യക്തി 2 ഇൻഷുറൻസ് എടുത്തിട്ട് വിചാരിച്ചിട്ട് ഒരു വ്യക്തിക്ക് 2 ലക്ഷമാണ് നഷ്ടം ഉണ്ടായതെങ്കിൽ മൊത്തം 2 ലക്ഷം രൂപ തന്നെ അയാൾക്ക് കിട്ടുള്ളൂ. 2 കമ്പനികളിലും 2 ലക്ഷം വെച്ചിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും ടോട്ടൽ 4 ലാഖ് അയാൾക്ക് കിട്ടില്ല. പകരം എന്താണ്, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ 1 ലക്ഷം, മറ്റേ കമ്പനിക്ക് 1 ലക്ഷമായിട്ട് അങ്ങനെ ക്ലെയിം ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാത്രം എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും എത്രയാണോ നഷ്ടം സംഭവിക്കുന്നത് ആ നഷ്ടത്തിൻ്റെ എമൗണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുക ആൾക്ക് കിട്ടുന്നത്. ഇഫ് വൺ ഇൻഷുറൻസ് pays full compensation, then the insurer can claim proportionate claim from the other insurers. അതായത് ഇപ്പോൾ നമ്മൾ 2 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ഇൻഷുറൻസ് കമ്പനി ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിക്ക് മറ്റ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങാനൊക്കെ സാധിക്കുകയും ചെയ്യും. ഓക്കെ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷനിൽ പറയുന്നത്. ഇത്രയാണ് മേജറായിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഇത്രയും പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിക്കുക. നമ്മൾ വീഡിയോ ക്ലാസ്സുകളായതുകൊണ്ടാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും കേൾക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും കറക്റ്റായിട്ട് എന്താ അതിൻ്റെ മീനിങ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. ദെൻ അടുത്തൊരു ടേമാണ് പറയുന്നത് വാറൻറ്റി എന്നുള്ളത്. നിങ്ങൾ കേട്ട് പരിചയമുള്ള വേർഡ്സ് തന്നെയാണ് വാറൻറ്റി, ഗ്യാരൻറ്റി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് നമ്മൾ ഇൻഷുറൻസിൽ ചില കേസിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് മറൈൻ ഇൻഷുറൻസിലാണ് കൂടുതലായിട്ടും വാറൻറ്റീനെ പറയുന്നത്. Okay, a warranty is that by which the assured undertakes that some particular thing shall or shall not be done, or that some condition shall be fulfilled, or whereby he affirms or negatives the existence of a particular state of fact. Okay. വാറൻറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കേൾക്കുന്നത് പോലെ തന്നെയാണ്. അതായത് ചില കണ്ടീഷൻസും പ്രോമിസുകളും നമ്മളൊരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കണ്ടീഷൻസും കോൺട്രാക്റ്റ്, ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പറയും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിന് വാറൻറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ഇയർ വാറൻറ്റി ആണെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ തരും. ഓക്കെ. അത് തന്നെയാണ് വാറൻറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഏതെങ്കിലും എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോമിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വാറൻറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വർഷം നമുക്കിപ്പോൾ ഇതും അത് സെയിൽ ഓഫ് ഗുഡിൽ അതൊരു കോൺട്രാക്റ്റ് തന്നെയാണ്. നമ്മളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2 ഇയറിൻ്റെ ഉള്ളിലാണെങ്കിൽ, പർച്ചേസ് ഡേറ്റ് മുതൽ 2 ഇയറിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരാം. അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, റീപ്ലേസ് ചെയ്യുന്നത് ശരിക്കും ഗ്യാരൻറ്റിയിലേക്കാണ് പോകുക. നമ്മൾ പകരം എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലം എന്താണോ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയറും കാര്യങ്ങളും ചെയ്തു തരാം എന്നൊരു പ്രോമിസ് തരുന്നതാണ് ശരിക്കും വാറൻറ്റി. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു
കാര്യം നടക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചില കണ്ടീഷനുകൾ നമ്മളത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാതിരിക്കാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വാറണ്ടി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാറണ്ടി 2 തരത്തിലാണ്, എക്സ്പ്രസ്സും ഉണ്ട് ഇംപ്ലൈഡും ഉണ്ട്. എക്സ്പ്രസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പോളിസി ഡോക്യുമെൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റിട്ടേൺ ആയിട്ട് നമ്മളൊരു കോൺട്രാക്ട്, ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ തന്നെ ഇന്ന റീസൺസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു കാര്യം ഓഫർ ചെയ്യാം എന്നെന്തെങ്കിലും കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്രസ് വാറണ്ടീസ് എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഇൻ ദ ഇൻഷുറൻസ് കോൺട്രാക്ട്സ്, ഓക്കെ, വിച്ച് ഈസ് ടു ബി ഫുൾഫിൽഡ് ബൈ ദ ഇൻഷുർഡ്. ഓക്കെ, ഇനി ഇംപ്ലൈഡ് വാറണ്ടീസ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ആ പ്രോമിസ് എന്ത് ചെയ്യില്ല, എക്സ്പ്ലിസിറ്റ് ചെയ്യില്ല, പകരം അതായത് നമ്മൾ പോളിസിയിൽ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, ബൈ ലോ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ നേച്ചർ പ്രകാരം നമ്മൾ ജസ്റ്റ് പഴയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെന്താണ് കിട്ടേണ്ട തരത്തിലുള്ളതാണ് ഇംപ്ലൈഡ് വാറണ്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള വാറണ്ടിയാണ്, എക്സ്പ്രസ്സും അതുപോലെ തന്നെ ഇംപ്ലൈഡ് വാറണ്ടി. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് ടേംസുകൾ തന്നെയാണ്, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇൻഷുറൻസിൻ്റെ കൈൻഡ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പ്രിൻസിപ്പിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഒരു സിംഗിൾ പ്രിൻസിപ്പിൾസ് ആയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എല്ലതും കൂടി സെയിം ആയിട്ടുള്ള രീതിയിലൊക്കെ പ്രിൻസിപ്പിൾസ് ചോദിക്കാം. അപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റിൻ്റെ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ, സ്പെഷ്യൽ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. താങ്ക് യു.